എൻ്റെ പേര് മാർട്ടിൻ അത്തിപ്പൊഴി. ഞാൻ ആലപ്പുഴ രൂപതയിൽ പെരിനേർമംഗലം ഇടവകയിൽ നിന്നും വരുന്നു. ഇതെൻ്റെ ഭാര്യ ബെന്നി എന്ന് വിളിക്കുന്ന ബെർണഡിറ്റ്, എൻ്റെ മോള് ക്ലിൻസി. ഞാൻ ഉടമ്പടി എടുത്തത് 2024 ഡിസംബർ മാസത്തിലാണ്. അത് തുടർച്ചയായി ഇന്നേ വരെ ഞാൻ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ മോൾക്ക് വേണ്ടി ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അവൾ ജന്മനാ തന്നെ ഒരു ഡിസബിളായിരുന്നു. അവൾക്ക് 70% ഡിസബിലിറ്റി ഉണ്ടായിരുന്നു. അവൾ ജനിച്ച് സ്കൂളിൽ പോകാൻ തുടങ്ങിയ സമയം മുതൽ മാതാവിനോട് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളെ ഞങ്ങൾ നോർമൽ സ്കൂളിലാണ് വിട്ടത്. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ചെന്നവേലി സ്കൂളിലും മാർത്തിങ്ക സ്കൂളിലുമായി അവളെ അയച്ചു പഠിപ്പിച്ചു. അന്നു മുതൽ ദേവമാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹവും കൃപയും അവൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. 10ാം ക്ലാസ് +2 പരീക്ഷയ്ക്ക് ശേഷം അവൾ പാസ്സായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉപരിപഠനത്തിന് അവളെ വിട്ടില്ല. അവളെ PSC ഞാൻ തന്നെ വീട്ടിലിരുത്തി PSC പഠിപ്പിച്ചു. PSC അപേക്ഷ ഒഴിവിലേക്ക് വിളിച്ചപ്പോൾ അപേക്ഷ കൊടുത്തു. അക്ഷയ വഴിയാണ് ഞാൻ അപേക്ഷ കൊടുത്തത്. 4 അപേക്ഷ കൊടുത്തു. ആദ്യത്തെ 2ാമത്തെ പരീക്ഷയാണ് അവൾക്ക് റാങ്ക് ലിസ്റ്റ് വന്നത്. ഇവിടെ ഒക്ടോബർ മാസത്തെ ജപമാല റാലിയിൽ പങ്കെടുത്ത് മരാരികുളത്തു നിന്നും അവൾ നടന്ന് അർത്തിങ്കൽ വരെ പോയി പ്രാർത്ഥിച്ച് മാതാവിലെല്ലാം സമർപ്പിച്ചതിന് ശേഷം ജപമാല റാലിയിൽ പൂർണ്ണമായി പങ്കെടുത്ത് അർത്തിങ്കൽ വന്ന് മാതാവിനെ സമർപ്പിച്ച് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. മാതാവേ, എൻ്റെ പരീക്ഷയിൽ എനിക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി തരണമേ എന്ന് പ്രത്യേകം അവൾ പ്രാർത്ഥിച്ചു. വീട്ടിൽ വന്ന് ശനി കഴിഞ്ഞ് ഞായർ തിങ്കളാഴ്ച 11 മണിയായപ്പോൾ മെസ്സേജ് വന്നു. മോൾക്ക് PSC റാങ്ക് ലിസ്റ്റിൽ വന്നു. 4ാം റാങ്കായിട്ടാണ് അവൾക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നത്. അവൾ ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, അവളെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഇവിടെ കൃപാസനത്തിൽ നിന്നും കിട്ടിയ മാതാവിൻ്റെ രൂപം കൃത്യമായി അവളുടെ കഴുത്തിൽ ധരിച്ചിട്ടുണ്ടായിരുന്നു. പരീക്ഷാ ഹാളിലെത്തി അവൾ ഓരോ ചോദ്യവും ചോദിക്കുമ്പോഴും വായിക്കുമ്പോഴും അതിൻ്റെ ഉത്തരം മാതാവിനോട് ചോദിക്കും. ഈ രൂപത്തിൻ്റെ ഇതിൽ നോക്കി മാതാവിനോട് കൃത്യമായി ചോദിക്കും, മാതാവേ. അപ്പോൾ മാതാവ് അവൾക്കൊരു ഓരോ ചോദ്യത്തിനും ഉത്തരം കൃത്യമായുള്ള മനസ്സിൽ കൊടുത്തു. ആ ഉത്തരം ഇവൾക്കൊരു സ്ക്രൈബ് ഉണ്ടായിരുന്നു. ആ സ്ക്രൈബിനെ ഇടയ്ക്ക് പറയും, ഇന്ന ABCD അങ്ങനെയാണ്. അപ്പോൾ അത് അടയാളപ്പെടുത്താൻ പറയും. അങ്ങനെ സ്ക്രൈബ് അത് കൃത്യമായി അടയാളപ്പെടുത്തി. അങ്ങനെയാണ് അവൾ റാങ്ക് ലിസ്റ്റിൽ വന്നത്. ആ ദൈവത്തിന്, ഈശോയ്ക്ക്, മാതാവിനും കോടാനുകൂടെ അവരുടെ അനുഗ്രഹം കൊണ്ടാണ് അവൾക്ക് അങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് വരാനും ഇടയായത്. അതിനുശേഷം നവംബർ മാസം 10ാം തീയതി, ഇത് ഒക്ടോബറാണ്, നവംബർ മാസം 10ാം തീയതി അവർക്ക് സർക്കാർ ഓർഡർ വന്നു. നിയമനം ഉത്തരവായിട്ടാണ് ഓർഡർ വന്നത്. ആ ഉത്തരവുമായി ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് വന്നു. മാതാവിന് ആദ്യമായി നന്ദി പറഞ്ഞു, കാഴ്ചവെച്ചു. അലക്സച്ചനെ കണ്ട് വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെയാണ് ഞങ്ങൾ രാവിലെ
10 മണിക്കാണ് ജില്ലാ കോടതിയിൽ ഹാജരാകേണ്ടത്. അപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത് ജില്ലാ കോടതി സെക്കൻഡ് ക്ലാസ് ജഡ്ജിയുടെ PA ആയിട്ടാണ് അവൾക്ക് നിയമനം ലഭിച്ചത്. അപ്പോൾ 10 മണിക്ക് തന്നെ ഹാജരാകുന്നതിന് വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് അച്ഛനെ കണ്ടതിന് ശേഷം നേരെ ആലപ്പുഴക്ക് പോയി നിയമന ഉത്തരവ് കാണിച്ചു. അവളെ ജോയിൻ ചെയ്തു. ദൈവത്തിൻ്റെ പ്രത്യേക കൃപ, മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് കിട്ടി, മോൾക്ക് കിട്ടി. കോടാനുകോടി നന്ദി അവൾക്ക് ഞാൻ മാതാവിനും ഈശോയ്ക്കും അർപ്പിക്കുകയാണ്. അവൾക്കിപ്പോൾ 70% എന്നുള്ളത് ഇപ്പോൾ 50% ഡിസബിലിറ്റി കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇനി മാതാവ് അത് പൂർണ്ണമായി മാറ്റിത്തരുമെന്നാണ് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഭാര്യ ബെർണഡിറ്റ് കൃപാസനത്തിൽ ആദ്യകാല, അതായത് അഖണ്ഡ ജപമാല ആരംഭിച്ച കാലത്ത് അവരുടെ കൂട്ടായ്മയിലുണ്ടായിരുന്ന ഒരാൾ കൃത്യമായി അഖണ്ഡ ജപമാല ചൊല്ലുകയും ഇവിടെ വന്നൊരു കൂട്ടായ്മ അവർക്കുണ്ടായിരുന്നു. അന്നു മുതൽ മാതാവിൻ്റെ അനുഗ്രഹം, പ്രത്യേക അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ എല്ലാ രോഗികളായിട്ടുള്ളവരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അഗതി മന്ദിരങ്ങളിലും അനാഥാലയങ്ങളിലുമൊക്കെ ഞങ്ങൾ അരിയും ഭക്ഷ്യ വസ്തുക്കളുമൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. തീരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങളുടെ അയൽവാസികളെ ഞങ്ങൾ കഴിയുന്നത്രയും രീതിയിൽ ഞങ്ങൾ സാമ്പത്തികമായി സഹായിച്ചും കൊണ്ടിരിക്കുന്നു. ആത്മീയ എല്ലാ ദിവസവും ഞങ്ങൾ കൃത്യമായി മോളുൾപ്പെടെ, കൃത്യം 5:30 തന്നെ, വെളുപ്പിനെ 5:30 തന്നെ എഴുന്നേക്കും. പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം ഞങ്ങൾ 6:20 ആകുമ്പോൾ തന്നെ ഞങ്ങളെ ചേന്നൂർ പെരുന്നേർമംഗലം പള്ളിയിൽ പോയി എല്ലാ ദിവസവും കുർബാനയിൽ പങ്കുകൊള്ളുകയും ഈശോയെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലൊരു മുടക്കവും ഞങ്ങൾ വരുത്തിയിട്ടില്ല. ഇനി ഞങ്ങൾ ഒരു കാലത്തും ആ രീതിയിൽ മാറ്റം വരുത്തുകയില്ല. മാതാവിൻ്റെ ഉടമ്പടി ജീവിതം തുടർന്നു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആവേ മരിയ, ആവേ മരിയ, യേശു എന്നെ അനുഗ്രഹിച്ചു, പരിശുദ്ധാത്മാവിനെ എന്നെ വഴിനടത്തുന്നു, എൻ്റെ പുണ്യിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായി കൂടി നന്ദി. ആവേ മരിയ, പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും കൂടി ചേർന്ന് ഞങ്ങളുടെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മകൾ ഇങ്ങനെ ആയിരുന്നെങ്കിലും ആദ്യമൊക്കെ എനിക്ക് ഒത്തിരി വിഷമമുണ്ടെങ്കിലും ഞാൻ ഈശോയുടെ കരങ്ങളിലേക്ക് ഈ ഭാരം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ താങ്ങി നിന്ന് എനിക്ക് തന്ന ശക്തിയും ബലവും എൻ്റെ പ്രാർത്ഥനയിലൂടെ ഉടനീളം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാം സഹിക്കാനും എനിക്ക് ശക്തി തന്നു. പോരാത്തതിന് എൻ്റെ മക്കൾ പഠിക്കാൻ പോകുമ്പോൾ ഞാൻ തിരി കത്തിച്ച് ഈ മക്കളെ നിർത്തി പ്രാർത്ഥിച്ചിട്ട് വചനം എടുത്ത് അവർക്ക് ചൊല്ലിക്കൊടുത്ത് 2 കവിള് തുമ്മ വെച്ചിട്ടാണ് മക്കൾ എന്നും സ്കൂളിൽ പോയിരുന്നത്. പരീക്ഷ സമയത്ത് ഇവർ പോകുമ്പോൾ ഞാൻ നിത്യാരാധനയിൽ വന്ന് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ച് ഈ വിജയത്തിന് കാരണം അതുമാത്രമാണ്. പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ എത്രമാത്രം ബലവും ശക്തിയുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഈശോ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയുടെ മാതാവിൻ്റെ കൃപയാണ് ഞങ്ങളുടെ ഭവനത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുമല്ല, എൻ്റെ മകളിലൂടെ ജപമാല ചെല്ലുമ്പോൾ, ഈ 3ാമത്തെ രഹസ്യം ചൊല്ലുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ മക്കളും, ഡിസബിളായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി മകൾ വഴി ഞങ്ങൾ പ്രാർത്ഥിപ്പിച്ച് ആ ഒരു രഹസ്യം അവർക്ക് വേണ്ടി കാഴ്ചവെച്ചു. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ മക്കളും സുഖപ്പെടും, ഈ മകളെപ്പോലെ മുന്നേറും, ലോകം മുഴുവൻ എല്ലാ മക്കളും സൗഖ്യപ്പെടും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ദൈവത്തിന് കോടാനുകോടി പരിശുദ്ധ അമ്മ തിരുക്കുമാരനോടൊപ്പം ഞങ്ങളുടെ ജീവിതത്തിലും ലോകം മുഴുവനും എന്നും എപ്പോഴും ജീവിക്കുന്നു, പ്രകാശിക്കുന്നു, പ്രകാശം പകർന്നു തരുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25-ാം തിരുവചനം. യേശു ഉദ്ഘോഷിച്ചു,
സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഈശോയുടെ വലിയ ഒരു പ്രഖ്യാപനമാണത്. നാം എല്ലാം ശിശുക്കളായി ശിശുവിൻ്റെ നൈർമല്യത്തോടെ അവിടുത്തെ സന്നിധിയിൽ വ്യാപരിക്കണം, നിഷ്കളങ്കതയോടെ വിശ്വസ്തയോടെ ആയിരിക്കണമെന്ന് ഈശോ വളരെ വലിയ ശബ്ദത്തോടെ ഉദ്ഘോഷിക്കുന്ന ഒരു സന്ദേശമാണിത്. ഇവിടെ മാർട്ടിൻ എന്ന പിതാവ് മകൾ ക്ലിൻസിക്ക് വേണ്ടി തൻ്റെ ജീവിത പങ്കാളിയോടൊപ്പം വന്ന് ഒരു വലിയ ശ്രേഷ്ഠമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഏറ്റുപറയുന്നത്. മാർട്ടിൻ പറയുന്നത്, എൻ്റെ മകൾ അല്പം ഡിസേബിൾഡ് ആയിട്ടുള്ള മകളാണ് എന്ന് അദ്ദേഹം പറയുന്നെങ്കിലും നമുക്ക് മനസ്സിലാകുന്നത് ഇതൊരു ഡിഫറൻ്റ്ലി ഏബിൾഡ് മകളാണ്. അവൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ. ഈശോ അവൾക്ക് നൽകിയിരിക്കുന്ന വലിയ സ്ഥാനം എന്ന് വെച്ചാൽ അത് PSC പരീക്ഷയിൽ 4ാം റാങ്ക് നൽകി. അവൾക്ക് ഇന്ന് ആലപ്പുഴ ജില്ലാ കോർട്ടിലെ ജഡ്ജിയുടെ PA ആയിട്ടാണ് അവൾ ഇന്ന് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു PA എന്ന് പറയുന്നത് ജഡ്ജി ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ ചിന്തിച്ചെടുക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഈ മകൾക്ക് ഇന്ന് ഈശോ നൽകി ദൈവം അവളെ അനുഗ്രഹിച്ചിരിക്കുന്നത്, ഏൽപ്പിച്ചിരിക്കുന്നത്. അത് വിവേകികളെന്നും ജ്ഞാനികളെന്നും അഹങ്കരിക്കുന്നവർക്കെല്ലാം ഒരു പാഠമാണ്. ഒരു ശിശുവായി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ദൈവം നമ്മെ എത്രമാത്രം ഉയർത്തും. നമ്മോട് ചോദിക്കാനിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. യജമാനനെ നീ എനിക്ക് 5 താലന്തല്ലേ നൽകിയത്, ഞാനിതാ 10 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കേണ്ട ഒരു ഉത്തരമുണ്ട്. നീ വിശ്വസ്തനായതുകൊണ്ട് നിന്നെ ഞാൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പോകുന്നു എന്നുള്ളൊക്കെ അതിൻ്റെ ഒരു വലിയ വിളിയാണ്, ഒരു ദൈവവിളിയാണ് ഇന്ന് ഇവിടെ ക്ലിൻസിക്ക് ലഭിച്ചിരിക്കുന്നത്. മാർട്ടിൻ പിതാവ് തന്നെ പറയുന്നു, ഞാൻ തന്നെ എൻ്റെ മകളുടെ ഈ PSC പരീക്ഷയ്ക്കുള്ള ഒരുക്കം ഞാൻ തന്നെയാണ് പഠിപ്പിച്ചത്. ലോകത്തിലുള്ള വലിയ ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസനെ പോലെ തന്നെ അമ്മ പഠിപ്പിച്ചിട്ടാണ് ഇന്നൊരു ലോകത്തിന് വലിയ ശാസ്ത്രജ്ഞനെ കിട്ടിയതെന്ന് നമുക്കറിയാം. അതുപോലെ ഇന്ന് ലോകത്തിനും നാടിനും ഈ മാർട്ടിൻ എന്ന പിതാവ് മകളെ ഒരു വലിയ ഉദ്യോഗസ്ഥയായി ഉയർത്തിയിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.